ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ നേരെ പുന്നാമ്പുറത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമുള്ള ഇന്നത്തെ ഇൻട്രോയിൽ. കാരണം വാപ്പ ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് വാപ്പ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, വാപ്പാക്ക് അങ്ങനെ വാപ്പ പോവാണ്. അപ്പോൾ ചക്കര എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ചക്കരയ്ക്ക് ഫുൾ ബെഡ് റെസ്റ്റാണ് ഗെയ്സ്. നമ്മളിന്നലെ പറഞ്ഞു ഫുഡ് കഴിക്കാനും പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ്സ് ഫെസിലിറ്റീസ് കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ പിന്നെ അവളെ എഴുന്നേൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്നെ ബെഡ് റെസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട് അല്ലേ, കുറച്ച് അതിഥികൾ വരുന്നുണ്ട്, ബന്ധുക്കൾ വരുന്നുണ്ട്. അപ്പോൾ വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരെ കാണാൻ വേണ്ടി വരികയാണ്. അവരിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ വരുന്നതെന്നാണ് പറഞ്ഞായിരുന്നല്ലേ, മുന്നേ പറഞ്ഞായിരുന്നു വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാണ്, കുറച്ച് ദൂരേന്നായിട്ട് കുറച്ച് നമ്മുടെ ബന്ധുക്കൾ ഫാമിലി റിലേറ്റീവ്സൊക്കെ ചക്കരെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് അവർക്കുള്ള വിരുന്നൊരുക്കാൻ പോവുകയാണ് ഗൈസ്. അതായത് ഇന്ന് എന്തൊക്കെ സ്പെഷ്യൽ ഉമ്മ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഉണ്ടാക്കണേ? ബിരിയാണി ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ മേമായും ഇവരൊക്കെ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ, മേമായും കുട്ടികളൊക്കെ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഉള്ളിലുണ്ട്, എല്ലാവരും ഇപ്പോൾ വരും. അപ്പോൾ ഓരോരുത്തരൊക്കെ റെഡിയായി ഇങ്ങനെ എണീച്ച് വരണതേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, ചിക്കനും ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കണ്ട്, ചിക്കൻ മേടിക്കാണ്ട്, പേപ്പർ പ്ലേറ്റ് മേടിക്കാണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം, ചിക്കൻ ഇതൊക്കെ മേടിച്ചിട്ട് വരാം. ചിക്കൻ കടപ്പ് തുറന്നിട്ടുണ്ടാവില്ലേ? കടപ്പ് തുറന്നിട്ടുണ്ടാവും, ഞായറാഴ്ചയല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവും. ഞായറാഴ്ച ആണെങ്കിലും ഉണ്ടാവും. ഞായറാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ ചിക്കന് പിന്നെ ഡിമാൻഡുള്ള ദിവസം കേട്ടോ. നല്ല അടിപൊളി വെയിലാണ്. അപ്പോൾ ഏതായാലും ഓക്കെ വാപ്പ പോവാന്ന് പറയാൻ വേണ്ടി ഒന്നും കേട്ടോ. ഫംഗ്ഷൻ ഉണ്ടല്ലേ, ഇന്നൊരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെ അപ്പോൾ പോവാണ്. അപ്പോൾ പോയിട്ട് വേഗം വരില്ലേ? അപ്പോൾ വേഗം വരും. വാപ്പക്കത് ഒഴിവാക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാപ്പ പോയിട്ട് നേരത്തെ വരും, പെട്ടെന്ന് കുളിറുമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ എന്നാൽ പോയിട്ടേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാം. അപ്പോൾ അതിനുള്ള ഉള്ളി തക്കാളി സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് റെഡിയാക്കി വെച്ചോളി. ചിക്കനും വാങ്ങി പ്ലേറ്റ് വാങ്ങി നേരെ വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്, മുക്കുന്നം ജംഗ്ഷൻ. ഓക്കെ, ഇവിടെ നിന്ന് ബോർഡ് ഉണ്ടല്ലേ നിങ്ങൾ, പാങ്ങോട് കല്ലറ ലെഫ്റ്റിലേക്ക് അങ്ങനെ പോവും, കിളിമാനൂർ അങ്ങനെ പോവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്, ഇവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ കടയിൽ പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ പ്ലേറ്റും ചിക്കനൊക്കെ വാങ്ങി സെറ്റാണ്, വീട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ചക്ക ഇരിക്കുന്ന നോക്കാം. ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പഴുത്ത് വീഴുകയാണ് ഗൈസ്. ഒക്കെ നല്ല അടിപൊളി പഴുത്ത വരിക്ക ചക്കേനെ കേട്ടോ. നമ്മൾ അടർത്തിയിട്ടൊന്നുമല്ല. ഇപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ വൈകുന്നേരം എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നോക്കിയപ്പോൾ എന്താ വിചാരിച്ചു, ഇനി പന്നി ഇങ്ങനെ ചാടിയാണോ വിചാരിച്ചു. അതിൽ നോക്കിയപ്പോൾ നല്ല ചക്ക വീണതാണ്, വൈകുന്നേരമാണ് വീണത്. പിന്നെ അപ്പോൾ തന്നെ നമ്മൾ എടുത്തില്ല വെച്ചെങ്കിൽ പിന്നെ ഇന്നത്തേക്ക് ഇത് എടുക്കാൻ കിട്ടൂല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പന്നി ശല്യം നല്ല ഉണ്ട് ഇവിടെ. അപ്പോൾ പന്നികൾ കൊണ്ടുപോകും, കാരണം കൊണ്ട് അപ്പോൾ തന്നെ എടുത്തു കേട്ടോ. കാരണം നമുക്കൊക്കെ ഇതിങ്ങനെ കിട്ടുന്നതുകൊണ്ട് വലിയ മാറ്റില്ല. അതേസമയം ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാത്തപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോണ്ടല്ലോ ഭയങ്കര കൊതിയാവും കാണുമ്പോൾ. പിന്നെ ഗൾഫിൽ അതേമാതിരി തന്നെ ഇതേമാതിരത്തെ പഴുത്ത 10-12 ചക്കച്ചോളം എടുത്ത് വെച്ചിട്ട് അതിനെ 8-10 ദിർഹംസാണ് വിൽക്കുന്നത് നെക്സ്റ്റ് ഓയിലും ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ കണ്ടോ, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാവുമ്മൽ ചക്കയും മാങ്ങയും തേങ്ങയ്ക്ക് ആവശ്യമാരുണ്ട്, പുളിയും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ചക്ക, നല്ല പഴുത്ത വരിക്ക ചക്കയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വരി, സാധനം ഇവിടെ ഉണ്ട്. അങ്ങനെ ഗൈസ്, അതാ മേമാടെ കുട്ടിയും ചക്കരയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബെഡ് റെസ്റ്റ് പറഞ്ഞ നീ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? പോകുന്ന വണ്ടികളൊക്കെ നോക്കി ഇരിക്കണല്ലേ റോട്ടിൽ നിന്ന്. ഓക്കെ, അക്കു എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖം. നിന്നെ ഇപ്പം അങ്ങോട്ട് കാണാനില്ല. നീ എന്താ സ്കൂള് പിന്നെ ഇല്ലാത്ത ദിവസങ്ങൾ ഇങ്ങോട്ട് വരാത്തത്? ട്യൂഷനാ? ഏതിന്റെ ട്യൂഷൻ നിനക്ക്? ഇവക്ക് എന്തിനാ ട്യൂഷൻ അടി? എന്ത് മാത്സിന്റെ ട്യൂഷൻ? ഓൺലൈനാ? ഓൺലൈൻ ട്യൂഷൻ ബാൻസിന്റെ ട്യൂഷൻ. ആ ക്ലാസ്സിൽ നീ ചേർന്നിട്ടുണ്ടല്ലേ? ഓക്കെ ഗേസ്, അപ്പോൾ ബാൻസിന്റെ ട്യൂഷൻ ക്ലാസ്സിനൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ബാൻസ് എന്താണ് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. ഹായ് ഗേസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ ഒരു ട്യൂഷൻ ക്ലാസിന്റെ പേര് എന്ന് പറയുന്നത് ബാൻസ് എന്നാണ്. അപ്പോൾ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ നീലകണ്ഠ ഭാനുവാണ്. ആളെന്ന് പറയുന്നത് പിന്നെ വേൾഡിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ ആണ്. അതേപോലെ തന്നെ മാത്തമെറ്റിക്സിൽ അദ്ദേഹത്തിന് 50-ലധികം വേൾഡ് റെക്കോർഡുകളും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ക്ലാസ് ആർക്കാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ കുട്ടികൾക്ക്, അതായത് UKG മുതൽ പിന്നെ 9th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്കാണ് ഈ ക്ലാസ് മെയിനായിട്ട് വരെ എടുക്കുന്നത്. ക്ലാസ് എന്ന് പറയുമ്പോൾ വെറും ക്ലാസ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഈ മിസ്റ്റർ നീലകണ്ഠ ഭാനു അദ്ദേഹത്തിന്റെ വേൾഡ് റെക്കോർഡിനൊക്കെ ഉപയോഗിച്ച മാത്തമാറ്റിക്സിൽ ആ ഒരു ടിപ്പും ട്രിക്കും കുറച്ച് ടെക്നിക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് പിന്നെ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, USA, അതേപോലെ തന്നെ UK, UAE, ഓസ്ട്രേലിയ, അങ്ങനെ GCC കൺട്രികളിലും അതേപോലെ തന്നെ നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ ഈ ഒരു ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മക്കൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവരുടെ ക്ലാസ് ഫുള്ളായിട്ടും ഓൺലൈൻ വഴിയാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ക്ലാസ് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തീർത്തും ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലാസ് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളൊന്ന് അറ്റൻഡ് ചെയ്ത് ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, അതായത് കുട്ടികൾക്ക് കംഫർട്ടാണ്, അവർ ഓക്കെയാണ്, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഇതിൽ അഡ്മിഷൻ എടുത്താൽ മാത്രം മതി. ആദ്യത്തെ ഇവരുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫുള്ള് ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് 30% ഓഫറും ഇവർ തരുന്നുണ്ട്. അതായത് നമ്മുടെ ഫീസിൽ നിന്നും 30% ഓഫർ നിങ്ങൾക്ക് തീർത്തും ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ മാത്തമാറ്റിക്സിൽ എക്സ്പെർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടുപ്പിൽ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ കയറിയിട്ടുണ്ടല്ലേ. അയ്യവ, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് മേമയാണ് കേട്ടോ. ഇന്ന് മേമയുടെ സ്പെഷ്യലാണ് ബിരിയാണി. വെള്ളം വെച്ചില്ലേ? എന്തൊക്കെ ഇട്ട ഇതില്? ക്യാരറ്റ്, ബീൻസ്, ഗ്രാമ്പു, പട്ട, ഏലക്ക, പട്ടവകை, வெங்காயம், கல்லுப்பு, தயிர் எல்லாம் நம்ம இதுக்குள்ளே போட்டிருக்கு. தயிர் மட்டும் போடல, இப்போ இது மட்டும் தான் போட்டிருக்கு. அடுப்பு, தீ, நெருப்போடு எல்லாமே இங்கே இருக்குது. ഓക്കെ ഓക്കെ അപ്പോൾ മേമയുടെ സ്പെഷ്യൽ ബിരിയാണിയാണെന്ന്. ചിക്കൻ കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ. ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മേമയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യൽ ബിരിയാണിയാണ്. എല്ലായിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. വീഡിയോ ഓണാക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. വീഡിയോ ഓഫായി കഴിഞ്ഞാൽ ഞാൻ വെറുതെ പറയണമെന്ന് പറയും. മേമാക്കൊരു സന്തോഷമായിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, യെസ്, വെറുതെ പറഞ്ഞല്ല. മേമ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും, പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും, അച്ചാറിടും, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. നിങ്ങളിപ്പോഴും അച്ചാറിന്റെ പരിപാടിയൊക്കെ ഇല്ലേ? ഓർഡർ അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ അച്ചാർ ഏതൊക്കെ അച്ചാറാണ് ഉള്ളത് നിങ്ങളിൽ? അച്ചാറ് മാങ്ങ, പിന്നെ നാരങ്ങയും ഈത്തപ്പഴം കൂടി ചേർന്നത്, ബീഫ് അച്ചാറ്, മീനച്ചാറ്, കാരക്ക അച്ചാറ്, ഇരുമ്പമ്പുളി അച്ചാറ്, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, രൂപിക്ക അച്ചാറ്, എല്ലാ അച്ചാറും ഉണ്ടല്ലേ? 14-15 ഐറ്റം അച്ചാറുണ്ട്. അപ്പോൾ അച്ചാറ് ഗൾഫിൽ പോകുന്നവർക്കൊക്കെ ഇട്ട് നമ്മൾ പാഴ്സൽ ചെയ്ത് കൊടുക്കൂലേ? ഓർഡർ അനുസരിച്ച് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്തെടുക്കും കേസ്. അപ്പോൾ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ആവശ്യമുള്ള ആൾക്കാരൊക്കെ വിളിച്ചാൽ ബീഫ് അച്ചാറ്, മീനച്ചാറൊക്കെ നല്ല മിതമായ റേറ്റിൽ, അതായത് ഇപ്പോഴത്തെ ബീഫിന്റെ വില നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ബീഫിന്റെ വിലയും പിന്നെ ഇവരുടെ എന്തെങ്കിലും പാർക്കായാലും ചെറിയൊരു ജോലിയുടെ ഒരു കൂലി ഉണ്ടല്ലോ, അത് മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ വേറെ ഭയങ്കര ലാഭവും കാര്യങ്ങളും എടുത്തിട്ട് ഭയങ്കര റേറ്റ് ഒന്നും അല്ല. അപ്പം മിതമായ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പം ഞാൻ താഴെ പറഞ്ഞ പോലെ മീനും ഓരോ റേറ്റാണ്. ഏത് സാധനം അപ്പോഴത്തെ റേറ്റ് എന്താണോ അതനുസരിച്ചുള്ള വില മാത്രമേ ഉള്ളൂ. കുറച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫിക്സഡ് പ്രൈസ് അല്ല. റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ റേറ്റും, കുറവാണെങ്കിൽ ആ റേറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ, അല്ലാതെ പിന്നെ റേറ്റ് കുറയുമ്പോൾ കൂടിയ റേറ്റിന് നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഗൾഫിൽ പോകുന്നവരോ മക്കളോ പിന്നെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ അനുജനോ ജ്യേഷ്ഠനോ അമ്മയൊക്കെ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല നാടൻ അച്ചാർ കൊടുത്തേക്കണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം അല്ലേ അമ്മ? എന്താ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത്? ആനന്ദ നടനം. നേരെ വെളുത്തപ്പോൾ നല്ല സൂര്യന് ചൂട്. സൂര്യൻ എവിടെ സൂര്യനെ കാണാനില്ല. ഓ യെസ്, സൂര്യൻ അവിടെ ഉണ്ട്. മൊബൈൽ ക്യാമറ അങ്ങോട്ടേക്കാലും മൊബൈൽ ക്യാമറേൻ്റെ കണ്ണുവരെ അടിച്ചു പോകുന്ന ടൈപ്പ് ചൂടാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര ചൂടാണ് അല്ലേ? രാവിലെ തന്നെ നല്ല അടിപൊളി ചൂടാണ്. സാധാരണ നമ്മൾ ഇവിടെയാണ് അടുപ്പ് കൂട്ടുന്നത് അല്ലേ? നിൽക്കത്തില്ല. അവിടെ നിന്നാൽ നമ്മൾ ഷവായി കോഴി പോലെ വെക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ബിരിയാണിയൊക്കെ റെഡി ആവട്ടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. ബിരിയാണിക്കുള്ള അരിയിടാൻ പോകണല്ലേ? ഏതരിയാണ് നമ്മൾ ഇന്നലെ വാങ്ങിയതും? അത് കൈമയുടെ ജീരകശാല അരി അല്ലേ? കൈമയുടെ നല്ല അടിപൊളി ജീരകശാല അരിയിലുള്ള ചിക്കൻ ബിരിയാണി. ദമ്മാണ് ഇടുന്നത്? സെപ്പറേറ്റ് മസാല, സെപ്പറേറ്റ് ചോറ്, സെപ്പറേറ്റ് അങ്ങനെയല്ലേ വയ്ക്കുന്നത്? ഓക്കെ. അപ്പോൾ എത്ര ടൈം എടുക്കും ഇനി ബിരിയാണി നന്നായി കിട്ടാൻ നമുക്ക്? 15-20 മിനിറ്റ് കൊണ്ട് അൽ ബിരിയാണി റെഡി. കുതിർത്ത് വെച്ചില്ലേ? പൊടിഞ്ഞു പോകത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവരുടെ ടെക്നിക്കും പൊടിക്കൈയൊക്കെ. എല്ലാവരും അങ്ങനെ തന്നെയാവും ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടല്ലേ?
ബിരിയാണി പറഞ്ഞ പോലെ തന്നെ 20 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മറ്റേ അടുപ്പിൽ നിന്ന് വാങ്ങി ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. തീ വെച്ചിട്ടൊന്നുമില്ല, മറ്റേ വെച്ചാൽ ഇനി കരിഞ്ഞു പോകും. കാരണം കൊണ്ട് നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചു. ഇനി അതിൽ അടുത്ത ചിക്കൻ മസാല ഉണ്ടാക്കുകയാണല്ലേ. ഓക്കെ, ചിക്കൻ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൂടി നമുക്ക് കാണാം. വറവൊക്കെ റെഡിയാക്കിയില്ലേ? സവാള, കറിവേപ്പില, അണ്ടിപ്പരിപ്പ്. ഇനി വറവിടണ്ടേ? ഓക്കെ, വറവിടാൻ പോവാണ്. ഫുള്ളിടല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ വറവിടൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ചിക്കൻ കറി, ചിക്കൻ മസാല ഇവിടെ റെഡിയാവുകയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ, തുറക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ മസാല. ഏതാ മണം തുറന്നപ്പോൾ മോനെ, രക്ഷയില്ലാത്ത മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല ഒക്കെ റെഡിയാക്കിയിട്ട് വേഗം വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വെന്തോട്ടെ, അത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കേ, അപ്പോൾ ചോറ് റെഡിയായി, ചിക്കൻ കറി റെഡിയാവണു. ഇനി അച്ചാറ്, നമ്മുടെ സലാഡ്, പപ്പടം എല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, എന്തായി ചിക്കൻ കറി? എന്തായി മാ? കുറച്ച് ഞാൻ നോക്കിയായിരുന്നു, അപ്പോഴും വേഗുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തായി? എന്താണ് പാട്? ആയിഷ്, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു അല്ലേ? ആ മോനെ, ഏത് മണം! ഒന്നുകൂടി പറ്റി വരാണ്ടല്ലേ? മസാല ടൈപ്പ് ആക്കണ? മസാല ടൈപ്പ് അല്ലേ, കറി ടൈപ്പ് അല്ലല്ലോ. നെയ്ച്ചോറിനാണെങ്കിൽ കറി ടൈപ്പ് ഓക്കെയാണ്. ബിരിയാണിക്കായതുകൊണ്ട് മസാല ടൈപ്പ് ആയിരിക്കും ഉഷാറ്. ഏതായാലും നിങ്ങൾ ഈ കാണുന്നുണ്ടോ NR എന്താണെന്ന് കേസ്? നമ്മുടെ ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. അതായത് NR നിജാസ് റമീസ് എന്ന് വായിക്കാം, നിസാർ റസീൻ എന്ന് വായിക്കാം. നമ്മളെ ലേബലാണ്. ആ, അതായത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പിന്നെ ഒരു വീട്ടിൽ ഫംഗ്ഷൻ വരുമ്പോൾ, നമ്മളെ വീട്ടിൽ പണ്ട് മുതലേ ഉണ്ട് കേട്ടോ വലിയ പാത്രങ്ങൾ, ചെമ്പട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ പിന്നെ വാടകയ്ക്ക് എടുക്കണമൊക്കെ ഉണ്ടാവും. ഒക്കെ പാട് മിക്സ് ആവണ്ടെന്ന് എഴുതിയിട്ട് വാപ്പ അങ്ങനെ, നമ്മുടെ വാപ്പ നമ്മുടെ എല്ലാ പാത്രത്തിലും NR എന്നുള്ള കോഡിട്ട് വെച്ചിട്ടുണ്ട്. കലത്തിൽ, ചെമ്പട്ടിയിൽ, പാത്രത്തിൽ, ചരുവൊക്കത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വാടകയ്ക്ക് കൊടുക്കണതായിട്ടല്ല കേട്ടോ. അല്ലാതെയാണ് ഞാൻ പറഞ്ഞത്, ഫാമിലിയിലെ റിലേറ്റീവ്സിലൊക്കെ പരിപാടികളൊക്കെ വരുമ്പോൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ചിക്കൻ കറിയുടെ റെഡി ആവട്ടെ. അവർ വരാനാ വിരുന്നാർ? എത്തും, അവരെത്തിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ വന്നിട്ട് അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അല്ലേ. നമ്മുടെ അതിഥികളൊക്കെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവർ വന്ന വണ്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാമാടെ വണ്ടി ഇല്ലേന്ന്. മാമാടെ സഹോദരൻ്റെ വണ്ടി. അതും സെയിമാണ്, സെയിം കളറാണ്, നമ്പർ ബോർഡ് അടക്കം ഒരേപോലെ. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ, ഇതാണ് മാമാടെ വണ്ടി. ഓക്കെ, കണ്ടാലും ഒരേപോലെയാണ്. അതിൻ്റെ നമ്പർ വ്യത്യാസമാണ്, പക്ഷേ അതിനകത്ത് നമ്പർ അടിച്ചേക്കുന്ന ആ ഒരു സ്റ്റൈൽ കണ്ടോ, ഫോണ്ട്, അതടക്കം ഈ രണ്ട് വണ്ടിയിൽ സെയിമാണ് കണ്ടോ. അപ്പോൾ ഇത് അവർ വന്ന വണ്ടി, ഇത് മാമച്ചിയുടെ വണ്ടിയാണ്. പിന്നെ നമ്മളെ വണ്ടി ഇതാ നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. പിന്നെ അത്യാവശ്യം നല്ല മുറ്റുള്ളതുകൊണ്ട് എത്ര കാർ വേണമെങ്കിലും നമുക്കിവിടെ പാർക്കുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഒരു കാർ ഇടാം, ഇവിടെ ഇങ്ങനെ 2 കാർ ഇടാം, പിന്നെ 3, 4, കുറഞ്ഞതൊരു 6-7 കാർ, 6-7 അല്ല, ഒരു 8-9 കാറെങ്കിലും പാർക്ക് ചെയ്യാം കുറഞ്ഞത്. കാരണം അങ്ങോട്ടൊക്കെ ഇനിയും വണ്ടി പാർക്ക് ചെയ്യാം. ഒരു 8-9 കാർ എന്തായാലും നമ്മുടെ മുറ്റത്ത് മാഷാല്ലാ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരധികമായാലോ അതേപോലെ തന്നെ വണ്ടി അധികമായാലും ഒന്നും കുഴപ്പമില്ല. അതിനനുസരിച്ചുള്ള സ്ഥലവും വീടിനുള്ളിലുണ്ട്, പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ വല്ലപ്പോഴൊക്കെ തന്നെ ഗസ്റ്റ് വരുന്നത്, എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ ഇതേപോലെയൊക്കെ വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഞാൻ. അങ്ങനെ വിരുന്നുകാരൊക്കെ എത്തി. എല്ലാവരും ചക്കരയെ കാണാൻ വേണ്ടി നമ്മുടെ റൂമിൽ ഇരിക്കാനുണ്ട്. അപ്പോൾ ചക്കരയെ കാണാനാണല്ലോ അവർ വന്നത്. അപ്പോൾ അവരെല്ലാവരും പിന്നെ ചക്കരയെ കാണാൻ വേണ്ടി റൂമിലിരിക്കുകയാണ്. അമ്മായിയും പിന്നെ അതേപോലെ തന്നെ അമ്മായിമാരും എല്ലാവരും കൂടി ചേർന്നിട്ട്, വല്യമ്മായും എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നെ വർത്തമാനം പറയുകയാണ്. ഉമ്മാടെ അമ്മായിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നത് ഉമ്മാടെ പിന്നെ ചേട്ടത്തിൻ്റെ മക്കളാണ്. ചേട്ടത്തിൻ്റെ മക്കളും അതേപോലെ തന്നെ മരുമക്കൾ, അവരുടെ മോള്, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരാണ് വന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് കൊച്ചു വർത്താനൊക്കെ പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മേമാത അവിടെ നിൽക്കുന്നുണ്ട്. പാപ്പാ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. നല്ല വിശേഷം. നമ്മളെ വീഡിയോയില് കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? കുറച്ച് ദിവസമായി. അവിടെ വീട്ടില് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ? വയലില് ഇപ്പൊ വയലിൽ പോക്കില്ലേ? വയലിൽ പോക്കുണ്ട്, ഡെയിലി പോകും. പോക്കുണ്ട്. ഇപ്പൊ എന്താണ് കൃഷിയൊക്കെ ഉള്ളത്? വാഴപ്പുണ്ട്. വാഴപ്പുണ്ട്. പിന്നെ മാവ് പോണ്ടല്ലായിരുന്നു? മാങ്ങയില്ലേ? മാങ്ങയുണ്ട്, മാങ്ങ ചെറിയ കന്നിമാങ്ങ ഉണ്ടല്ലേ? മാങ്ങയുണ്ട്, കന്നിമാങ്ങ കണ്ണിമാങ്ങയുണ്ട്. ഉണ്ട്. പിന്നെ വാഴക്കല മോഞ്ഞൊക്കെ കൊലയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പണി എല്ലാ ദിവസവും ഉണ്ട്. 2 മണിക്കൂറൊക്കെ ഡെയിലി പോയി ഒന്ന് വയലിറങ്ങി ഒന്ന് കാടൊക്കെ ചെത്തി പറിച്ചിട്ട് വൃത്തിയാക്കി അവിടെ ഇടും. ഒന്ന് കറങ്ങിയൊക്കെ വരും. അങ്ങനെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ പപ്പയുടെ വിശേഷങ്ങൾ അങ്ങനെയാണ്. മാമൻ്റെ ഇവിടെ ഉണ്ട്. മാമനും കുട്ടിയൊക്കെ നമ്മുടെ പുതിയ കാറിൽ കയറി നോക്കുകയാണ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ 2 ആൾക്കാർ. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ വിരുന്ന് വന്ന ആൾക്കാരും മാമായും അതേപോലെ തന്നെ ഇപ്പപ്പായും എല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് വല്ലാതെ അടുത്തോട്ട് പോയി നമ്മൾ വീഡിയോ എടുക്കാത്തത്. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ച് എഴുന്നതിന് ശേഷം അങ്ങനെ വീട്ടിലുള്ള ആൾക്കാർ ഇരിക്കുകയാണ്. ചക്കര കഴിക്കുന്നുണ്ട്, ജുമാന കഴിക്കുന്നുണ്ട്, അമ്മമ്മ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചോറ് കറിയൊക്കെ? അടിപൊളി. എങ്ങനെയുണ്ട് ജുമാന? കൊള്ളാം. ചക്കര എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഭാര്യ കഴിച്ചിട്ട് ലാസ്റ്റ് മതി ഭർത്താവിന്. അക്കൂടെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കനും സലാഡ് അച്ചാറൊക്കെ ഉണ്ട്. ഓക്കെ, നടക്കട്ടെ. അങ്ങനെ ഗെയ്സ് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച് കൊച്ചു വർത്താനമൊക്കെ പറയാണ്. എന്താണ് ചായക്ക് സ്പെഷ്യൽ? ഹലുവ ഉണ്ട്, കേക്കുണ്ട്, ലഡു ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടാത്ത കഴിക്ക്. നമുക്ക് ഇതാണ് മാമ, അത് മാമി, അത് വല്യമ്മ. ഇനിയുണ്ടല്ലോ ആൾക്കാർ. നേരത്തെ അവിടെ കണ്ടത് മാമിയുടെ മോളാണ്. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. ചായ കുടിക്കല്ലാരും കുടിച്ച് കഴിഞ്ഞല്ലേ? അപ്പം ഇതാരും ചായ അത് കുടിച്ചോ മാമ? ചായ കുടിച്ചോ? ഉറക്ക ക്ഷീണമൊക്കെ പോട്ടെ, ബിരിയാണിന്ന് ക്ഷീണം പോട്ടെ. നാളെ എക്സാം അല്ലേ? അങ്ങനെ കേസ് അവർ പോകാൻ ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന ഒരു ചക്ക നമ്മൾ അവർക്ക് കൊടുക്കണം. നല്ല പഴുത്ത ചക്ക അവർ കൊണ്ട് കഴിക്കട്ടെ. ഓക്കെ മച്ചിമ്മ. അപ്പോൾ ഇത് അമ്മയുടെ ജ്യേഷ്ഠത്തെയാണ് കേട്ടോ. പോവല്ലേ വീട്ടിൽ? ചക്ക താണ്ടേ, പഴുത്ത ചക്ക ഉണ്ട്. കൊണ്ടുപോവുക, കഴിക്കുക. ഞാൻ ഡിക്കിയിൽ വെച്ച് തരാം കേട്ടോ. തുറന്ന് വെച്ചേക്കണല്ലേ? പേപ്പർ ഇട്ടിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ വെച്ചിട്ടുണ്ടേ. ഏത്? അത് എടുത്താണ്, ചോദിച്ചു നോക്കാം. ഇത് പഴുത്ത ചക്ക. ഓക്കെ. അങ്ങനെ വിരുന്നുകാരെല്ലാം പോയില്ലേ അമ്മ? വിരുന്നുകാരെല്ലാം പോയില്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ വിരുന്നുകാരൊക്കെ പോയിട്ടുണ്ട്. കുറച്ച് കാരക്ക ഇതിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാൻ ആരും മറക്കണ്ട. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബാൻസു ട്യൂഷൻ ക്ലാസ്സിൻ്റെ ആ ഒരു കാര്യം, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ വഴി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.